അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. സ്നേഹാദരായ വിശ്വാസിനികളെ, റമദാനിലെ ഈ പുണ്യദിനത്തിൽ അവസാന നാളിലേക്ക് നാം കടന്നിരിക്കുകയാണ്. വളരെയധികം പ്രാധാന്യം കൽപ്പിക്കേണ്ട ഈ സമയത്ത് നാം അനുഷ്ഠിച്ചു പോന്ന സൽക്കർമ്മങ്ങളും പ്രവർത്തികളും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യപ്രദമായോ എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനിയുള്ള ശിഷ്ട ദിവസങ്ങളിൽ നമ്മുടെ കർമ്മങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുകയും ഈ പുണ്യ ദിവസത്തിൽ നാം വിട്ടുവീഴ്ചയില്ലാതെ അത് ചെയ്തു തീർക്കേണ്ടതുമാണ്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടുള്ള ഈ അവസാന നാളിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാപങ്ങൾ പൊറുക്കുന്നത് അത് വേറെ വിഷയം. ഇനിയുള്ള ദിവസങ്ങളിൽ അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നാം നമ്മുടെ ഈ ദിവസങ്ങൾ ചിലവഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ അധികം ധർമ്മിഷ്ഠനായിരുന്നു എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളായ ബുഖാരി, മുസ്ലിം എന്നിവയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സദഖയെ സംബന്ധിച്ച് ധർമ്മം, അതോടൊപ്പം തന്നെ അജ്വദ് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ, കൂടാതെ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയായിരുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ഗൗരവമെടുത്ത് ഖുർആനിൽ പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. സദഖയെ സംബന്ധിച്ച് പലയിടത്തും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പണമല്ല ഉദ്ദേശം, മാത്രമല്ല ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ നല്ല സംസാരം, നല്ല വാക്കുകൾ, സഹവർത്തിത്വം, സഹായം, അത് പണമായാലും ആരോഗ്യപരമായാലും സാമ്പത്തികമായാലും ശാരീരികമായാലും, കൂടാതെ നല്ല ഉപദേശങ്ങൾ, ഇതെല്ലാം ധർമ്മത്തിൽപ്പെടുന്നതാണ്. പണം സ്വീകരിക്കൽ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. എങ്കിലും ചില സമയത്ത് പണം ചോദിച്ചു വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, ഇനി കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയും ചില സമയത്ത് മനസ്സിന് നീരസം അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ പാടില്ല. ഇനി അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ തന്നെ അവരെ നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കുക. അത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ട് മാത്രം സദഖ ചെയ്യുക. എന്നാൽ മാത്രമേ ആ സദഖ കൊടുക്കുന്നതിൽ പുണ്യം ലഭിക്കുകയുള്ളൂ. മനസ്സിന് ഇഷ്ടപ്പെടാതെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണവും പ്രതിഫലവും അവിടെ നഷ്ടമാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ 263 വചനത്തിൽ പറയുകയാണ്, ഖൗലും മഅറൂഫുൻ വ മഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉ അദ. കൊടുത്തതിനെ തുടർന്ന്
മനക്ലേശം വരുത്തുന്ന ദാനധർമ്മങ്ങൾ കാൾ ഉത്തമമായിട്ടുള്ളത് നല്ല വാക്കും വിട്ടുവീഴ്ചയുമാണ്. വളരെ വ്യക്തമാണത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ആ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നല്ല വാക്ക്, നല്ല വിട്ടുവീഴ്ച ചെയ്തിട്ട് അവരെ തിരിച്ചയക്കുക. അതാണ് ഖുർആനിലൂടെ അള്ളാഹു നമ്മൾ സൂചിപ്പിക്കുന്നത്, പ്രവാചകനിലൂടെ. അത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇനി മറ്റൊന്ന്, ധർമ്മം പല വിധത്തിൽ പറഞ്ഞു. അതിൽ നല്ല വാക്ക് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് റമദാനിൽ അല്ലാത്ത കാലഘട്ടത്തിലും നമ്മൾ കുറേ ആളുകൾ, 4 ആളുകൾ അധികം ഒരുമിച്ച് കൂടുമ്പോൾ സംസാരങ്ങൾ പല നിലക്കും വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സംബന്ധിച്ച് അയ്ബത്ത് എല്ലാം കുറ്റം പറയുക, അങ്ങനെ സംസാരം നമ്മളറിയാതെ തന്നെ വഴിതെറ്റി പോകാനുള്ള കാരണമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈറായ കാര്യങ്ങൾ മാത്രം സംസാരത്തിൽ വരിക. സമൂഹത്തിന് എങ്ങനെ ഉപകാരപ്പെടണമെന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സമൂഹവുമായി ബന്ധപ്പെട്ട് സാമൂഹികമായി നന്മ ചെയ്യാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതിൽ മാത്രമേ ഹൈർ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ആമുഖത്തിൽ ഓതിക്കേൾപ്പിച്ച സൂറത്ത് നിസായിലെ 114-ാം വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഖൈറ കസീറൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ബിതിആ മർളാത്തില്ലാഹി ഫസൗഫ നുഅ്തിഹി അജ്റൻ അളീമ. അവരുടെ രഹസ്യാലോചനകളിൽ മിക്കതിലും യാതൊരു നന്മയുമില്ല. അവരുടെ രഹസ്യാലോചനയിൽ മിക്കതിലും യാതൊരു നന്മയുമില്ല. വല്ല ദാനധർമ്മവും ചെയ്യാനോ സദാചാരം കൈക്കൊള്ളാനോ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനോ കൽപ്പിക്കുന്ന ആളുകളുടെ വാക്കുകളിലൊഴികെ വല്ലവനും അള്ളാഹുവിൻ്റെ പൊരുത്തം തേടിക്കൊണ്ട് അപ്രകാരം ചെയ്യുന്ന പക്ഷം അവന് നാം മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് എന്ന് വളരെ വ്യക്തമായി അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ്. ദാനധർമ്മം ചെയ്തുകൊണ്ട് മാത്രമായില്ല, നല്ല വാക്കുകളും നല്ല സംസാരങ്ങളും നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും റമദാനിലെ ഈ സമാഗതമായിരിക്കുന്ന ഈ അവസരത്തിൽ നാം പ്രത്യേകിച്ച് പുണ്യകർമ്മങ്ങളിൽ മുഴുകുവാനും കൂടുതൽ ഇബാദത്തിലേക്ക് അടുക്കുവാനും നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള മാസങ്ങളിൽ, ഇനിയുള്ള ശേഷിച്ച ദിവസവും ഇബാദത്തിന് കൂടുതൽ അടുക്കുവാനും അതിൻ്റെ നമ്മൾ നിർവഹിച്ച കർമ്മങ്ങളുടെ പവിത്രത മാറ്റാതെ നീങ്ങാതെ തന്നെ കർമ്മങ്ങൾ തുടരുവാനും നാം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഒരു സന്ദേശം നൽകുകയാണ്. നാം ഇതുവരെ അനുഷ്ഠിച്ച വ്രതവും അതിനോട് ബന്ധപ്പെട്ട കർമ്മങ്ങളും ആരാധനാകർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനിയുള്ള ശേഷിച്ച നോമ്പ് ആരോഗ്യത്തോടെ നോറ്റ് വീട്ടുവാൻ അള്ളാഹു ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.